ഹായ്, വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് LDC LGS 2024 എക്സാമിനേഷൻ ആണ്. ആയതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിപ്പം ഇതിനോടകം 3-4 ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തു. ഒരു ദിവസം 10 ക്വസ്റ്റ്യൻസ് വെച്ചാണല്ലേ നമ്മൾ ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പുതിയതായിട്ട് ക്ലാസ് കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് പറയുവാണ്, 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ 10 ക്വസ്റ്റ്യനും പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് മുഴുവനായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ കുറേയേറെ ക്വസ്റ്റ്യൻ കണ്ടുപോകും, തലയിലൊന്നും ഇരിക്കാത്തൊരവസ്ഥ വരും. ഇത് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഡെയിലി ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെഷനിൽ 10 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻ പ്ലസ് ആൻസർ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുന്നു. അറിയാവുന്നതിലൂടെ നിങ്ങൾക്ക് കടന്നുപോയി ആൻസർ ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു മെത്തേഡ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ടെന്ന് നിങ്ങളുടെ കമന്റുകളിൽ നിന്ന് കാണാൻ അല്ലെങ്കിൽ അറിയാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് കേട്ടോ. ഇനിയും നിങ്ങൾ പഠിക്കുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് സെന്ററിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇന്നിപ്പം 11ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ 10 നമ്മൾ ചെയ്തു. ഇനി അടുത്ത നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. അപ്പൊ നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്. നമുക്കറിയാം സതീഷ് ധവാൻ സ്പേസ് സെന്റർ അല്ലെ, ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നൊക്കെ അറിയപ്പെടുന്ന സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലാണ്. അപ്പൊ ഇതിനു മുമ്പും PSC ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സോ അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ്, ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത്? PSLV, GSLV, BSLV, ESLV. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ആയിരുന്നു PSLV. ഓക്കെ, PSLV നമുക്കറിയാം നമ്മുടെ എന്താണ് സൗരദൗത്യം അല്ലെങ്കിൽ സൂര്യദൗത്യം ആണ് ആദിത്യ L1. അപ്പൊ ആദിത്യ L1ന് വേണ്ടി ഉപയോഗിച്ച റോക്കറ്റ് ആയിരുന്നു PSLV. നെക്സ്റ്റ്, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആസൂത്രണം എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് ആണ്. അപ്പൊ പ്ലാനിങ്ങിനെ കുറിച്ച്, ഇന്ത്യൻ പ്ലാനിങ്ങിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 1951 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. ഇപ്പോൾ 12-ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് 1950 സ്ഥാപിച്ചതാണ്. ആസൂത്രണ കമ്മീഷൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ആസൂത്രണ കമ്മീഷൻ സ്ഥാപിച്ചത് എപ്പോഴാണ്? 1951 എന്ന പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് എന്താണ്? 1951 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു അല്ലെ. 1951 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. അതും നമുക്കറിയാം ശരിയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഈ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം ആസൂത്രണം എന്ന് പറയുന്ന ഒരു ടേം അല്ലെ, അല്ലെങ്കിൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നാം കടം കൊണ്ടിരിക്കുന്ന ആരുടെ കയ്യിൽ നിന്നാണ്? റഷ്യയുടെ കയ്യിൽ നിന്നും കടമെടുത്ത ആശയമാണ് പ്ലാനിംഗ് അല്ലെങ്കിൽ ആസൂത്രണം എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യ 5 ഇയർ പ്ലാൻ ആരംഭിച്ചത് ആരാണ്? ആസൂത്രണ കമ്മീഷനാണ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന കാര്യം വിഭാവനം ചെയ്തത്. അപ്പൊ ഓർത്തു വെക്കുക, ഇന്ത്യ ആസൂത്രണം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന റഷ്യയുടെ കയ്യിൽ നിന്നാണ്. ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത്. അങ്ങനെ 1-ാം പഞ്ചവത്സര പദ്ധതി ആവിഷ്കരിക്കുന്നത് 1951 അതിനാൽ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ്. മൂന്നാമത്തെ നോക്കിയേ, ഇപ്പോൾ 12-ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു. ഇപ്പോൾ നടക്കുന്ന 12-ാം പഞ്ചവത്സര പദ്ധതിയല്ല, 2012 മുതൽ 2017 വരെയുള്ള സമയത്തായിരുന്നു എന്ത്? 12-ാം പഞ്ചവത്സര പദ്ധതി നടന്നത്. അതുകൊണ്ട് ആ പ്രസ്താവന തെറ്റാണ്. നമുക്കറിയാം ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഒരു സംവിധാനമുണ്ട്, അതാണ് നീതി ആയോഗ്. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആസൂത്രണവും നീതി ആയോഗവും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. അതെ, നമ്മുടെ ആസൂത്രണത്തിന്റെ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സ്വാശ്രയത്വമാണ്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. A 1, 2, 3 ശരിയാണ്. B 1, 3, 4 ശരിയാണ്. C 1, 2, 4 ശരിയാണ്. നോക്കിക്കേ, 1, 2, 4 ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ C ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത്? ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിപ്പിച്ചു. അപ്പൊ ഈ തന്നിരിക്കുന്നതിനകത്ത് നമുക്കറിയാം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. തന്നിരിക്കുന്നതിനകത്ത് ബന്ധമില്ലാത്ത ഏതാണ്? ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കിയേ, 1, 3 മാത്രം, ബി 1 മാത്രം. അപ്പം ഈ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത്. നെക്സ്റ്റ്, G20 ഉച്ചകോടി 2023 ആയി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. നമുക്കറിയാം G20 G20 ഉച്ചകോടി 2023 നടന്നത് എവിടെയാണ്? ഡൽഹിയിൽ വെച്ചാണ് നടന്നത്. അത് ശരിയായ പ്രസ്താവനയാണ്. ശ്രീ നരേന്ദ്രമോദി ചെയർമാനായിരുന്നു. അതും ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആയിരുന്നു 2023 G20 ഉച്ചകോടിയുടെ ചെയർമാൻ. വസുദൈവ കുടുംബകം എന്ന മുദ്രാവാക്യം മോട്ടോ ആയിരുന്നു. അതും അതെ, വസുദൈവ കുടുംബകമായിരുന്നു അതിന്റെ മോട്ടോ. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. അതും വാസ്തവമാണ്. അപ്പൊ തന്നിരുന്ന 4 ഓപ്ഷനും എന്താണ്? ശരിയാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് പഠിച്ചേക്കുക. 2023 G20 ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച് ആദ്യമായിട്ട് നടന്നതാണ്. 18ാമത് ഉച്ചകോടിയാണ്. നരേന്ദ്രമോദി ആയിരുന്നു ചെയർമാൻ. ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. വസുദൈവ കുടുംബകം എന്ന മുദ്രാവാക്യമായിരുന്നു അതിന്റേത്. അപ്പൊ ഓപ്ഷൻ നോക്കിയേ, എ 1, 2, 3 മാത്രം ശരിയാണ്. ബി 2, 3, 4 മാത്രം ശരിയാണ്. സി 1, 3, 4 മാത്രം ശരിയാണ്. ഡി എല്ലാം ശരിയാണ്. 1, 2, 3 and 4 ശരിയാണ്. അപ്പൊ ഇതൊന്നും നോക്കി വെച്ചേക്കണം കേട്ടോ G20. നെക്സ്റ്റ്, റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്ത്? റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോയും ഒക്കെ ഉണ്ടല്ലേ, നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നതാണ്. റിപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റിപ്പോ. റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണെന്ന് റിവേഴ്സ് റിപ്പോ. അത് തന്നെയാണ് അതിന്റെ ആൻസർ. റിസർവ് ബാങ്ക് RBI രാജ്യത്തെ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കിനെയാണ് എന്ത് വിളിക്കുക? റിവേഴ്സ് റിപ്പോ എന്ന് പറയുക. പിന്നെ നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കേണ്ട കാര്യമില്ല. അടുത്ത നോക്കിയാൽ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കിനെ നമ്മൾ എന്ത് വിളിക്കും? റിപ്പോ റേറ്റ് എന്ന് വിളിക്കും കേട്ടോ. നെക്സ്റ്റ് 17, ഇന്ത്യയിൽ കാനേഷുമാരി അല്ലെങ്കിൽ സെൻസസ് തുടങ്ങിയ വർഷം 1781, 1881, 1681, 1901. ഇന്ത്യയിൽ കാനേഷുമാരി തുടങ്ങുന്നത് 1881 നമുക്കറിയാം. ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് സെൻസസ് തുടങ്ങുന്നത് 1881 റിപ്പൺ പ്രഭുവാണ് റിപ്പൺ പ്രഭുവാണ് തുടങ്ങുന്നത്. അതിനു മുമ്പ് 1872 ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചു, അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. 1881 റിപ്പൺ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് സെൻസസ് തുടങ്ങുന്നത്. നെക്സ്റ്റ്, ചരക്ക് സേവന നികുതി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാൽ പ്രത്യക്ഷ നികുതി മാത്രം, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ചേർന്നത്, പരോക്ഷ നികുതിയും ഭൂനികുതിയും ചേർന്നത്, പരോക്ഷ നികുതി മാത്രം. നമുക്കറിയാം GST എന്താണ്? അത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. പരോക്ഷ നികുതിയാണ് GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. പഠിക്കണം കേട്ടോ. നെക്സ്റ്റ്, ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഹോക്കി, ക്രിക്കറ്റ്, കബഡി, റോവിംഗ്, ചെസ്, ഗോൾഫ്. ഇതിൽ ഇന്ത്യക്ക് സ്വർണം കിട്ടാതിരുന്നത് റോവിംഗ്, ചെസ്, ഗോൾഫ്. സ്പോർട്സ് നന്നായിട്ട് നോക്കുന്നവർക്ക് മാത്രം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പോർട്സ് അറിയത്തില്ലാത്തവരുടെ കയ്യിൽ നിന്ന് പോകുന്നതുമാണ് കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കുക, ഏതാണ്? റോവിംഗ്, ചെസ്, ഗോൾഫ്. ഇതിലാണ് ഇന്ത്യ സ്വർണം നേടാത്തത്. നെക്സ്റ്റ്, 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏതു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, നെഹ്റു കമ്മിറ്റി, ക്യാബിനറ്റ് മിഷൻ, മൗണ്ട് ബാറ്റൺ കമ്മിറ്റി. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണ് ക്യാബിനറ്റ് മിഷൻ? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് വരുന്നത്? രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയില് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടും 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി തന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഇത് പഠിക്കേണ്ടതാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഇക്കണോമിക്സിന്റേതായിട്ട് 4 or 5 ക്വസ്റ്റ്യൻ ഉണ്ടായല്ലേ. അതായത് ഹരിത വിപ്ലവം ഇടയ്ക്കൊക്കെ PSC ചോദിക്കാറുള്ളതാണ്. നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഹരിത വിപ്ലവം.
പിന്നെ ജി എസ് ടിയിൽ നിന്ന് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവം സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അപ്പം പിന്നെ കാനേഷിമാരി അല്ലെങ്കിൽ സെൻസസ്, അത് നമുക്ക് GK അതായത് ജോഗ്രഫിയായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിൽ കടിക്കാം. അതുപോലെ ഇക്കണോമിക്സിൻ്റെതായിട്ട് ബന്ധപ്പെടുത്തി, അതായത് ഇക്കണോമിക്സിനകത്ത് നമുക്ക് എന്താ പറയണേ, ഹ്യൂമൻ ഇക്കണോമിക്സ് അല്ലെ, അങ്ങനെ ഒരു പാർട്ടുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയൊക്കെ നമുക്ക് പഠിക്കാവുന്നതാണ്. ജോഗ്രഫിയിലും കണക്കാക്കി പഠിക്കാം. പക്ഷെ ഇതിപ്പോൾ എക്കണോമിക്സിന്റെ പാർട്ടായിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മളോട് ഇക്കണോമിക്സ് ഭാഗം. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആസൂത്രണമാണ്, പ്ലാനിംഗ് കമ്മീഷൻ അല്ലെ. പ്ലാനിംഗ് കമ്മീഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം, പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. എങ്കിലും PSC ഇടയ്ക്കൊക്കെ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കും. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പം എക്കണോമിക്സിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന അത്രയും ലൈറ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ ഇവിടെ കണ്ട ഈ 10 ക്വസ്റ്റ്യനും PSC ഒരു 3-4 മാസമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ 10 ക്വസ്റ്റ്യനിൽ 10ഉം ആൻസർ കിട്ടിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. 10ൽ 10 കിട്ടിയവർ മാത്രം കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. താങ്ക്